അപ്പോൾ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ഡയറക്ടർ ആണ് ഞാനെന്ന് ആദ്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ വിചാരിച്ചിരുന്ന എന്നെ കാത്തിരുന്ന ഒരു വൻ കടൽ പോലത്തെ ഒരു സംഭവമായിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ. വെൽക്കം ടു എപ്പിസോഡ് 15 ഓഫ് മൈ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫീച്ചർ ഫിലിം. ഗോകർണയിലെ സെക്കൻഡ് ഷെഡ്യൂൾ കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ ഫുട്ടേജസിൻ്റെയും ഓൾമോസ്റ്റ് കട്ടും അതുപോലെ എഡിറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലൈക്ക് ദ ഫിലിം മേക്കർ ഇൻ മീക്ക് ഒരു ഫിലിം സ്കൂൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമ്മൾ ഷോർട്ട് ഫിലിംസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മൂവി എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ സൗണ്ട് ഡിസൈൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, സൗണ്ട് എഡിറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, കളർ ഗ്രേഡിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, CGI എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഡബ്ബിങ്, അതിനകത്ത് തന്നെ ഈ ഫോളി എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, ലൈക്ക് നമ്മുടെ ഓരോ ഇപ്പോൾ കപ്പൊക്കെ എടുത്ത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ വരുന്ന സൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനങ്ങുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ വരുന്ന സൗണ്ടുകളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ലൈക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു ഫിലിം സ്കൂൾ എക്സ്പീരിയൻസ് പോലെയായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു വൺ ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് തന്നത്. അതിനകത്ത് ഐ വാസ് ലക്കി ഇനഫ് ടു വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് റിയലി ഗുഡ് ടാലൻറ്റഡ് പീപ്പിൾ ഇൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഫോർ ഫാർ.